തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഈ വർഷം അവസാനത്തോടെ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. ജൂൺ മാസത്തോടെ രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി മൃഗങ്ങളെ പാർക്കിലെത്തിക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. വയനാട്ടിൽ നിന്ന് പിടികൂടിയ നരഭോജി കടുവ പൂർണ്ണ ആരോഗ്യസ്ഥിതിയിൽ എത്തിയിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണം ഏപ്രിൽ മാസത്തോടെ പൂർത്തിയാകും. ജൂൺ മാസത്തോടെ മൃഗങ്ങളെ എത്തിക്കാനാകും. വിദേശ രാജ്യത്തൊന്നും എത്തിക്കുന്ന ആദ്യ ജീവി അനോക്കോണ്ടയാണെന്നും മന്ത്രി പറഞ്ഞു. വർഷാവസാനത്തോടെ ജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. പുറത്തേക്ക് കൊണ്ടുവരുന്ന മൃഗങ്ങളിൽ ആദ്യം എത്തുന്നത്, അതായത് രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ച് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ക്ഷണിച്ച് കരാർ ഒപ്പിട്ട കേസിൽ ആദ്യം വരാൻ പോകുന്നത് അനാക്കോണ്ടയാണ്. അതൊരു ജൂൺ മാസത്തോടെ നമുക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ് ധാരണ. അതേസമയം വയനാട്ടിൽ നിന്നും എത്തിച്ച നരഭോജി കടുവയ്ക്ക് ഇനിയും ശസ്ത്രക്രിയ നടത്തേണ്ടി വരും. മുഖത്തിന്റെ തകർന്ന ഒരു ഭാഗം ഇനിയും ഭേദമായിട്ടില്ല. രുദ്രൻ എന്ന് പേരിട്ടിരിക്കുന്ന കടുവ പൂർണ്ണ ആരോഗ്യവാനാകാൻ 3 മാസം കൂടി എടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. രുദ്രൻ നമുക്ക് ഒരു 1.5-2 മാസക്കാലത്തിനുള്ളിൽ പൂർണ്ണമായി ആ ശസ്ത്രക്രിയ കൂടി കഴിഞ്ഞ് 1 മാസം കൂടി സമയമെടുത്താൽ പൂർണ്ണമായി നമുക്ക് ചികിത്സിച്ചു മാറ്റാം എന്ന സ്ഥിതിയിലായി. നിലവിൽ സുവോളജിക്കൽ പാർക്കിലെ നിരീക്ഷണ സംവിധാനത്തിൽ 3 കടുവകളുണ്ട്. റിപ്പോർട്ടർ, തൃശൂർ.